നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ചിക്കനോ ബീഫോ മട്ടനോ ചെമ്മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എന്നാൽ ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ ഇതായാലോ? ഒരു കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് തക്കാളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഇത്രയും നമ്മൾ നോർമൽ ചിക്കൻ കറി വെക്കില്ലേ, അതുപോലെ വെച്ച് മാറ്റിയാൽ മതി. ഇനിയിപ്പം ഇതിൻ്റെ അടുത്തതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് തന്നെ ഒന്ന് നോക്കാൻ ശ്രമിക്കണേ. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഒരു കടായിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറിയുടെ ഗ്രേവി 1/2 കപ്പ് എടുക്കാം. അതും കൂടെ ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം തിളച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉറട്ടിയുടെ മാവൊക്കെ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കില്ലേ, അതുപോലെ തന്നെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് ഇനി ഒരു ചെറിയൊരു ചൂടോടെ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് വന്ന് ഇതുപോലെ സെറ്റാക്കി എടുക്കാം. സെറ്റാക്കി വെച്ചിരിക്കുന്ന മാവ് നമ്മളിനി ഇതുപോലെ ഓരോ ബോൾസാക്കി ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കി അങ്ങ് എടുക്കാം. ഇനി നമ്മളിതൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് സെറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് ചുമന്ന ഉള്ളി, പെരിഞ്ജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, തേങ്ങ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കറിയിലേക്ക് ഇപ്പം വറുത്തെടുത്ത് അരപ്പില്ലേ, അതും ഒന്ന് അടിച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വരട്ടെ. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റീം ആക്കാൻ വെച്ചിട്ടില്ലേ മാവ്, അത് ഇതിൻ്റെ അകത്തൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ പണി കുറച്ച് മെനക്കെട്ട പണിയാണ്, സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചക്കോലിയിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേര് ചക്കോലി എന്നാണ് പറയൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ.